ഖുർആനിന്റെ ബോധം നമ്മുടെ മക്കൾക്കില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു പോയി? നിങ്ങൾ കണ്ടില്ലേ, ഒരാഴ്ച മുമ്പ് കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ നടന്ന ഏറ്റവും വൃത്തികെട്ട സംഭവം എന്താണ്? ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ. വിദേശ രാജ്യത്ത് കഴിയുന്ന പ്രിയപ്പെട്ട പിതാവ് ഭാര്യയെയും മകളെയും തന്റെ ദുബായ് എന്ന് പറയുന്ന ആ സൗന്ദര്യമുള്ള രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിസ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. ഭാര്യയോട് തലേ ദിവസം പറയുന്ന പെണ്ണെ, മോളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം, അവൾക്ക് സൗന്ദര്യം കൂടുതലാ, അതുകൊണ്ട് അവളെ എന്റെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമാണ്, ഉപ്പാവിലേക്ക് 2 മാസം ദുബായിൽ നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വിസ എടുത്തു കൊടുത്തതാ. ആ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ ഒരുങ്ങി ചമഞ്ഞുകൊണ്ട് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടിയിട്ട് ശരീരം നിറച്ച ആഭരണങ്ങൾ അണിഞ്ഞിട്ട് എന്റെ സഹോദരങ്ങളെ എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പ്രിയപ്പെട്ട പൊന്നുപോലെ ശരീരം നിറച്ച ആഭരണം അണിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റൂമിന്റെ അകപ്പെട്ട് പ്രിയപ്പെട്ട ഉമ്മായ പൂട്ടുകയാണ്. മണികണ്ഠേശ്വരത്തുള്ള 16 വയസ്സുള്ള പൊന്നുപോലെ വാരിപ്പുഴയുന്ന ഉമ്മമാര് പഠിച്ചോ? 17 വയസ്സുള്ള പൊന്നുപോലെ സർക്കസ് കൂടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയി നിരങ്ങുന്ന ഉമ്മമാര് പഠിച്ചോ? 6ഉം 7ഉം വയസ്സ് പ്രായമാകുമ്പോ പ്രിയപ്പെട്ട മക്കളെ അനാശാസ്യ പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ആഹ്ലാദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിക്കുക. 17 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുപോല് മാതാവിനെ പൂട്ടിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇതര മതത്തിന്റെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു വാഹനവുമാര് മുസ്ലിം കുടുംബത്തിന്റെ മുമ്പ് വന്നു നിൽക്കുകയാ. അല്ലാഹുവേ, ഇന്നലെ വരെ മുസ്ലിം ഉമ്മാടെ പൊരുത്തത്തോടെ ജീവിച്ച പെണ്ണുമോള് മുസ്ലിം വാപ്പ വിദേശ രാജ്യത്ത് കിടന്ന രക്തം പാട്ടി പണിയെടുപ്പ് തയ്ച്ചു കൊടുക്കുന്ന ഉയർപ്പിന്റെ മണമുള്ള പണം കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന പ്രിയപ്പെട്ട പെണ്ണുമോള്, ആ പ്രിയപ്പെട്ട പെണ്ണുമോള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇതര മതത്തിലെ ഒരു സഹോദരന്റെ വാഹനത്തിൽ കയറിട്ട് പോയതെവിടെയാ? എന്റെ സഹോദരങ്ങളെ, കണ്ണൂരിൽ നിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് തൃശൂർ ജില്ലയുടെ ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് വരികയാ. മണികണ്ഠേശ്വരത്തുള്ള 14 വയസ്സുള്ള പ്രിയപ്പെട്ട മക്കൾ തലമറക്കാൻ നിർബന്ധിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മരിച്ചു. വീടിന്റെ കത്തുള്ള തടുക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആനെന്ന് തൊട്ടു നോക്കാൻ പോലും ആ മക്കളോട് ഉപദേശം കൊടുക്കാത്ത മരച്ചുമായി കിടന്നുപോടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പഠിച്ചു. 17 വയസ്സുള്ള പൊന്നുമോള് തന്റെ കാമുകനായ ഇതര മതത്തിന്റെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരന്റെ കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് ചെന്നിരുന്നിട്ട് ആദ്യം ചെയ്തിരുന്നെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ? തന്റെ പ്രിയപ്പെട്ട വാപ്പു ദുബായിൽ നിന്ന് കൊടുത്തയച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പോലും തലയിടാൻ പറഞ്ഞിരുന്ന ആ മനോഹരമായ പടയപ്പെട്ടെടുത്ത് ക്ഷേത്രത്തിന്റെ മുമ്പിലിട്ട് ചവിട്ടത്തേക്കുകയാ, കത്തിച്ചു കളയുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പുരോഹിതന്റെ കയ്യിൽ നിന്ന് കുറിവാങ്ങിയിട്ട് നെറ്റിയിലേക്ക് പുരട്ടിയിട്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് 17 വയസ്സ് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നാവുകൊണ്ട്, 17 വയസ്സ് വരെ സലാത്ത് ചൊല്ലിയ നാവുകൊണ്ട്, 17 വയസ്സ് വരെ സുജൂദ് ചെയ്ത ദിക്ർ ചൊല്ലിയ നാവുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് പറയുമ്പോ, ഞാൻ ഇന്ന് മുതൽ മുസ്ലിമല്ല, ഞാൻ ഇന്ന് മുതൽ മുസ്ലിനബിയുടെ മതത്തിൽപ്പെട്ടവരല്ല, ഞാൻ ഇന്ന് മുതൽ ഹിന്ദു മതത്തിന്റെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് കേവലം കാമുകന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ ചവിട്ടിപ്പേച്ചതോടെ മുസ്ലിം പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മണികണ്ഠേശ്വരത്ത് തടിച്ചുപോടിയ 10,000ങ്ങളോട് പറയുക, എന്തുകൊണ്ടേ നമുക്കിത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ കത്തിരിക്കുന്നത് പുരതാമസത്തിന്റെ ഒന്ന് ചുമന്നുകൊണ്ട് കയറാൻ വേണ്ടി മാത്രമുള്ള യന്ത്രമായി പോയതുകൊണ്ട് നിന്റെ വാപ്പ ഭരിക്കുമ്പോ പള്ളിയിൽ നിന്ന് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട മുത്തലിമീങ്ങളെ കൊണ്ട് വാപ്പാടെ പേര് കത്തോലിക്കാൻ വേണ്ടിയിട്ട് അലമാരക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓദിപ്പിക്കാറില്ലാതെ ആ ഖുർആനിന്റെ സത്യസന്ധത എന്തെന്ന് മനസ്സിലാക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾക്ക് കഴിയാത്തതുകൊണ്ട് അല്ലാഹു ഖുർആനിന്റെ ശാപത്തെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മണികണ്ഠേശ്വരത്തെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് പ്രഭാഷണം കിടന്ന് മടങ്ങി പോകുമ്പോ നിന്റെ വീടിന്റെ അലമാരയിനകത്തുള്ള അല്ലാഹുവിന്റെ കലാമുണ്ടെന്ന് ചിന്തിക്കുക. നീ നിന്റെ വീട്ടിന്റെ അകത്ത് കിടന്നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ രാജാവ് രാജനാര പടച്ചോന്റെ കലാവ് നിന്റെ വീടിന്റെ അലമാരയിലുണ്ടെന്ന് ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് മൊബൈലിലൂടെ ബ്ലൂടൂത്ത് വഴി അതല്ലെങ്കിൽ മെമ്മറി കാർഡിലൂടെ നെറ്റിലൂടെ ഫേസ്ബുക്കിലൂടെ സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ വീടിന്റെ അലമാരയിനകത്തകത്ത് നിന്റെ പരിശുദ്ധ ഖുർആൻ ഇരിക്കുന്നു എന്നത് മറന്നുപോലെ. അത് ലേഖനമല്ല, നോവലല്ല, കഥയല്ല, കവിതയല്ല, അത് അല്ലാഹുവിന്റെ സംസാരമാണ്, അത് പടച്ചോന്റെ സംഭാഷണമാണ്.
ഖുർആനിന്റെ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് അല്ലാഹുവേ നഷ്ടം വന്നു പോയാൽ അത് നികത്താൻ നമുക്ക് പറ്റുമോ? ഞാൻ മരിച്ചാൽ എന്റെ കുടുംബത്തിന്റെ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ മാസാമാസം കുറച്ച് കാശ് കൊണ്ടു കൊടുത്താൽ മതിയാവോ? ഞാനുണ്ടുമ്മ, വാക്കവി പോയെങ്കിൽ പോട്ടെ, ഞാനുണ്ടുമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് എന്റെ നഷ്ടത്തെ നികത്താൻ പറ്റുമോ? 25-30 വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട പറഞ്ഞു പോയാൽ ആ കുടുംബത്തിന് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ആരൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമെങ്കിൽ ഖുർആനുമായി ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഓതിയ ഖുർആൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. ഓതിയിട്ടുണ്ടോ? എത്ര കാലമായി പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒന്ന് മടക്കി വെച്ചതല്ലേ, നിവർത്തി നോക്കിയിട്ട് എത്ര കാലമായി. അത് നിങ്ങൾ ഓതുമ്പോ അപകട സമയത്ത് ആ ഖുർആൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുമ്പോ ആ പരിശുദ്ധ ഖുർആൻ സാന്ത്വനമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതണം. കച്ചവടം നടത്തുന്നവർ, ഓഫീസിലിരിക്കുന്നവർ, അവർ ഈ പരിശുദ്ധ ഖുർആൻ അവിടെ വെച്ചിരുന്നാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓതാലോ. ഇന്ന് വെറുതെ ഇരിക്കുന്ന സമയം മൊബൈൽ എടുക്കും, ഗെയിം കളിക്കും, ഫേസ്ബുക്ക് എടുക്കും, കുറെ കമന്റുകൾ പാസ്സാക്കും. അങ്ങനെ എത്ര സമയം നമ്മൾ പാഴാക്കും. ഫേസ്ബുക്കിലുള്ള 1-2 ഹറാമുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി. മനുഷ്യന്റെ പുതിയ അവയവം എന്ന് പറഞ്ഞ ആ വിഷയം തയ്യാറായിട്ടുണ്ട്. മനുഷ്യന്റെ പുതിയ അവയവം എന്ന് പറഞ്ഞാൽ എന്താ? മൊബൈലാണ്. എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോ മൊബൈലിന്റെ അടുത്ത് പറയൂലേ, അതാണ് മനുഷ്യന്റെ പുതിയ അവയവം. ആ ഫേസ്ബുക്കിലുള്ള 1-2 ഹറാമ് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വരികയാണ്. 17 വയസ്സുള്ള, 18 വയസ്സുള്ള, 20 വയസ്സുള്ള, 25 വയസ്സുള്ള പെൺകുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അല്ലാഹു ഹറാമാക്കിയ, കാണൽ ഹറാമാക്കിയ മുഖം നിങ്ങൾ ഫേസ്ബുക്കിലിട്ട് ലോകത്തെ കാണിച്ചു കൊടുക്കരുത്. പൊന്നുമോളെ, എല്ലാ അമലും പറഞ്ഞു അല്ലാഹു നിനക്ക് പടച്ചോ നരകം തരും. ആരൊക്കെയാണത് കാണുക? അത് നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ അത് വരികയാണ്. അങ്ങനെ ഒരു ഫോട്ടോ, അത് നീ ലൈക്ക് ചെയ്താൽ ഒരു ഹറാമായി. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനും നിന്നെ പിന്തുണയ്ക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നീ ഇതിനൊരു കാരണക്കാരനാണ്. നീ അത് ഷെയർ ചെയ്താലോ? ആരൊക്കെയാണോ അത് കാണുന്നത് അവരുടെയൊക്കെ ഹറാമിന്റെ കുറ്റം നിനക്ക് കിട്ടും. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഹറാമിനെ നീ ഷെയർ ചെയ്താൽ, ഒരു ഹറാമിനെ നീ ലൈക്ക് ചെയ്താൽ, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വിരൽ തുമ്പിൽ കിടന്ന് നരകം തത്തിക്കളിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ നോക്കാൻ നേരമില്ല, ഖുർആൻ ഓരോ സമയമില്ല. ഇതുപോലെ പെണ്ണാടിക്കുറങ്ങൾക്ക് മണിക്കൂറുകൾ ബാക്കി വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്നെ ശപിക്കുന്നത് കേൾക്കാൻ നിനക്ക് കഴിയുന്നില്ല, അത് കാണാൻ നിനക്ക് മനസ്സ് വരുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി തങ്ങൾ പറയുന്നത് റഹ്മത്ത് കൊണ്ട് അല്ലാഹു പൊതിയും. നീ ഖുർആൻ ഓതി മറ്റുള്ളവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്താൽ